നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആർപ്പുവിളികളും ആരവങ്ങളുമായി ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ പുലികൾ ഇറങ്ങി. ജില്ലയിലെ ഇടിയൻ പോലീസുകാരുടെ ലുക്കൌട്ട് നോട്ടീസ് കോൺഗ്രസ് പുറത്തിറക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കരുമത്ര ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. സംസ്ഥാന അധ്യാപക പുരസ്കാരം തൃശൂർ സേക്രഡ് ഹാർട്ട് CGHSS പ്രധാന അധ്യാപിക സിസ്റ്റർ വിൻസി വർഗീസിന്. വിശദമായ വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങൾക്ക് സമാപനമായി ആർപ്പുവിളികളും ആരവങ്ങളുമായി ശക്തന്റെ മണ്ണിൽ പുലികൾ ഇറങ്ങി. അരമണിക്കിലേക്ക് എത്തിയ പുലിക്കൂട്ടങ്ങൾ നഗരം കീഴടക്കി. പുലിത്താളത്തിൽ നഗരം അമർന്നപ്പോൾ തൃശൂരിന്റെ മാത്രം സ്വന്തം പുലികളെ കാണാൻ സ്വദേശികളും വിദേശികളും നഗരത്തിൽ നിറഞ്ഞു. വെളിയന്നൂർ, കുട്ടൻകുളങ്ങര, വിയൂർ, ശങ്കരംകുളം, അയ്യന്തോൾ, ചക്കാമുക്ക്, സീതാറാമിൽ, നായ്ക്കനാൽ ദേശം എന്നിങ്ങനെ 9 സംഘങ്ങളാണ് പുലികളെ ഇറക്കിയത്. വരയൻപുലി, പുള്ളിപ്പുലി, കരിമ്പുലി, വെള്ളപ്പുലി, പെൺപുലികൾ, കുട്ടിപ്പുലികൾ എന്നിവയും പുലിത്താളത്തിനൊപ്പം ചുവടുവെച്ച് നീങ്ങിയത് കാണികളെ ത്രസിപ്പിച്ചു. 50 ലക്ഷം രൂപയ്ക്ക് പുലിക്കളി ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. പുലിക്കളി സംഘങ്ങൾക്ക് സഹായധനമായി 3,12,500 രൂപ വീതം നൽകും. 1,56,000 രൂപ അഡ്വാൻസ് നൽകി. 450 പുലികൾ വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ ആടിത്തിമർത്തു. പുലി ഇരമ്പത്തിൽ നഗരം പ്രകമ്പനം കൊണ്ടു. വൈകിട്ട് 4:30 തെക്കേ ഗോപുര നടയിൽ വെളിയന്നൂർ ദേശത്തിൽ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ മന്ത്രി K രാജൻ, MLAമാർ എന്നിവർ സംയുക്തമായി പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്തു. നടുവിലാൽ ഗണപതിക്ക് തേങ്ങ ഉടച്ച് പുലികൾ ഇറങ്ങി. തൃശൂരിന്റെ മാത്രമായ പുലിക്കളി നഗരത്തെ വിസ്മയത്തിൽ ആറാടിച്ചു.
റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ എം കെ വർഗീസ് എന്നിവരും സംഘവും രാവിലെ 9 മണി മുതൽ പുലി സംഘങ്ങളെ അവരുടെ മടകളിൽ ചെന്ന് സന്ദർശിച്ചു. 9 മണിക്ക് അയ്യന്തോൾ സംഘം, 9:30 കുട്ടംകുളങ്ങര സംഘം, 9:45 ചക്കാമുക്ക് സംഘം, 10 മണിക്ക് സീതാറാം, 10:15 ശങ്കരൻകുളങ്ങര, 10:45 വിയൂർ, 11:15 പാട്ടുരായ്ക്കൽ, 11:45 നായ്ക്കരാൽ സംഘം, 12:15 വെളിയന്നൂർ സംഘം എന്നിവ സന്ദർശിച്ചു. ഇത്തവണ 9 ടീമുകൾ, അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തൃശ്ശൂരിനെ ഇളക്കി മറിക്കണമെന്നായിരുന്നു. 5 പുലികളുടെയും കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ 9 പിന്നെ 7 1 കുറഞ്ഞിട്ട് ഇത്തവണ 3 പോകും. ഇത്തവണ പെൺപുലികൾ ധാരാളമായിട്ടുണ്ട്. കുട്ടിപ്പുലികളും പെൺപുലികളും നമുക്ക് ഉണ്ടാക്കുന്ന ആവേശം ഇത് തീരില്ല. ഈ വൈബിങ്ങനെ തുടരും. പുതിയ കാലത്ത് ഇതൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഇതൊക്കെ പഴയ ആചാരങ്ങളാണെന്നൊക്കെ പറയും. ഒലയ്ക്കപ്പുറത്ത് പുലിക്കളി നടന്നിരുന്ന ഒരു കാലം ഇത്തവണ കാണാതെ ഇത്തവണയുണ്ട്. ഇത്തവണ പുനരാവിഷ്കരിക്കുന്നത് സ്ഥലം പറയില്ല. പുലിക്കൊട, പുലിക്കൊട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ സാധാരണ പുലിവാല് പിടിക്കലേന്നുള്ള ഇന്നലെ പുലിവാൽ ഘോഷയാത്രയായിരുന്നു. പുലിവാൽ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യാം, പുലിവാൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് പഠിച്ചു. അപ്പോൾ എല്ലാത്തിനും മാറ്റാണ്. രംഗപ്രവേശം ചെയ്തിട്ടും 41 ദിവസക്കാലത്തെ വ്രതാനുഷ്ഠാനം നടത്തി ചാത്തുണ്യാശാൻ നടത്തിയിരുന്ന പുലികളി പഴയതിനേക്കാൾ പ്രൗഢഗംഭീരമായി പുതിയ ആശയങ്ങളോടെ പുതിയ സംവിധാനങ്ങൾ. നമ്മുടെ ടേബിളൊക്കെ 1.5 പുള്ളിയുണ്ട്. മാത്രമല്ല തൃശ്ശൂരിന് ഒരു പ്രത്യേകത, പുലിക്കളിയും പൂരം മാത്രമല്ല, പണി കഴിഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കും. അത് മറ്റെവിടെയും കാണാത്ത പോലെ ഇത്തവണയും പൂരത്തിന് വൃത്തിയാക്കിയതുപോലെ പുലിക്കളി കഴിഞ്ഞ് മണിക്കൂറിനുള്ളിൽ ക്ലീനായി. അപ്പോൾ അതാണ് മന്ത്രി നൽകുന്നത്. ജില്ലയിലെ ഇടിയൻ പോലീസുകാരുടെ ലുക്കൌട്ട് നോട്ടീസ് കോൺഗ്രസ് പുറത്തിറക്കുമെന്ന് TCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. SIPM രതീഷിനെയും കൂട്ടാളികളെയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി PG പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൃഗീയമായ മർദ്ദനമാണ് ഹോട്ടൽ ഉടമയ്ക്കും മകനും ജീവനക്കാർക്കും ലഭിച്ചത്. ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെയും സ്ഥിതിയാണ്. LDF ഗവൺമെന്റിന്റെ പോലീസ് നയം ജനങ്ങളുടെ മേൽ നടത്തുന്ന നരനായാട്ടാണെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി പ്രതിരോധിക്കും. കാക്കിയിട്ട ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസിനൊപ്പം ഉണ്ടാകും. SIPM രതീഷിനെയും കൂട്ടാളികളെയും സംരക്ഷിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇത് തീക്കളിയാണ്. കോൺഗ്രസിന് താൽപര്യമില്ല. അക്രമ സമരങ്ങൾ തങ്ങളുടെ പാതയല്ല. രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല ഇത്, നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യപക്ഷത്തു നിന്നുള്ള പോരാട്ടമാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. നേതാക്കളായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, അഡ്വക്കേറ്റ് സിജോ കടവിൽ, ML ബേബി, ഭാസ്കരൻ ആദംകാവിൽ, KC അഭിലാഷ്, ലീലാമ ടീച്ചർ, KP ചാക്കോച്ചൻ, ജേക്കബ് പോൾ, റോയ് കെ ദേവസി, KP എൽദോസ്, ഷിബു പോൾ, മിനി നിജോ, മിനി വിനോദ്, ജിത് ചാക്കോ, റെജി പാണംകുടി, ബ്ലസൻ വർഗീസ്, ശ്രീരാഗ് ഷൈജു കുര്യൻ, പ്രീജു, അപർണ എന്നിവർ പ്രസംഗിച്ചു. വടക്കുമുറി ദേശക്കുമ്മാട്ടി മഹോത്സവം എല്ലാ വർഷവും 3 നാളിൽ കിഴക്കുംപാട്ടുകര പനമുക്കുംപുള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഘോഷയാത്രയോടെ ഈ വർഷവും ആരംഭിച്ചു. 5 മണിക്ക് വേട്ടക്കാരൻ ക്ഷേത്ര പരിസരത്ത് കൂടി സഞ്ചരിച്ച് തോപ്പ് സ്റ്റേഡിയത്തിലെത്തി തിരികെ 8 മണിക്ക് ശാസ്ത കോർണറിൽ സമാപിച്ചു. നാഗസ്വരം, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ, ചെട്ടിവാദ്യം, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, തമ്പോലം, തുള്ളൽവാദ്യം, ദേവനൃത്തം, മയൂരനൃത്തം, പ്രച്ഛന്ന വേഷങ്ങൾ, സിനിമാ കഥാപാത്രങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ വനിതകളടക്കമുള്ള 60-ലധികം കുമ്മാട്ടികൾ അണിനിരന്നിരുന്നു.
കരുമത്ര പരിശുദ്ധാരോഗ്യമാതാവിന്റെ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ മഹാമഹം, ഊട്ടുതിരുനാൾ എന്നിവ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി, 9:30 പൊതുമാമോദിസ എന്നിവ നടന്നു. 10:30 ഫാദർ പോൾ മുട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. ഫാദർ ലിജു ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ജീവകാരുണ്യ സഹായ വിതരണവും നടന്നു. ഉച്ചകഴിഞ്ഞ് 3:30 ദിവ്യബലിക്ക് ഫാദർ ബിജു പാണങ്ങാടൻ കാർമ്മികനായി. ജപമാല പ്രദക്ഷിണം, ബർത്ത്ഡേ കേക്ക് മുറിക്കൽ എന്നിവയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിനുള്ള വായന 17-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. കർത്താവെ അനുഗ്രഹിച്ചാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സംസ്ഥാന അധ്യാപക പുരസ്കാരം തൃശൂർ സേക്രഡ് ഹാർട്ട് CGHSS പ്രധാന അധ്യാപിക സിസ്റ്റർ വിൻസി വർഗീസിന്. സെപ്റ്റംബർ 8-ാം തീയതി PM ചേംബറിൽ വെച്ച് നടന്ന അവാർഡ് പ്രഖ്യാപന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മികവിനും പ്രവർത്തനങ്ങൾക്കും കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണിത്.
പ്രൈമറി, സെക്കൻഡറി, ഹൈസ്കൂൾ തലങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന പുരസ്കാരങ്ങളിൽ തൃശൂർ ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഈ പുരസ്കാരത്തിന് അർഹയായത് സിസ്റ്റർ വിൻസി വർഗീസ് ആണ്. PTA പ്രസിഡന്റ് ജോമോൻ പല്ലൻ, MPTA പ്രസിഡന്റ് മഞ്ജു ജോർജ്, മറ്റ് അധ്യാപകർ, കുട്ടികൾ എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മധുരം കൊടുത്ത് സിസ്റ്ററുടെ സന്തോഷത്തിൽ പങ്കെടുത്തു. ഞാൻ തയ്യാറാക്കിയത് 5 വർഷവും ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പിലാക്കാൻ പറ്റി. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ പഴയ ഫോട്ടോസും എല്ലാതും ഞാൻ പല സ്ഥലത്ത് ചിതറികിടക്കായിരുന്നു. അതിനെല്ലാം ഞാൻ ഒരുമിച്ചാക്കിയപ്പോഴാണ് 3 നാഷണൽ അവാർഡ്, 1 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സ്ഥാപനമാണ് നമ്മുടെ ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഇനി സേക്രഡ് ഹാർട്സിന് അന്യം നിന്ന് പോകുന്ന ഒന്നാണെങ്കിൽ എന്നൊരു ചോദ്യം, ഇനിയത് കിട്ടാൻ വഴിയുണ്ടാവില്ല എന്നെൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ കിട്ടിയാൽ നല്ലത് തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയണം മേടിക്കാം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ആരാണ് ചെയ്യേണ്ടത്, ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് 2 വർഷം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ നല്ല ഗോൾഡൻ പേപ്പറൊക്കെ വെച്ച് ഞാനത് അവിടെ റെഡിയാക്കി അവർക്ക് ഞാൻ വെച്ചു. അതിനോട് ഞാൻ എൻ്റെ മുൻ ഹെഡ് മിസ്സസ്മാരോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങൾ നീങ്ങിയ വഴിയിലൂടെ അല്പമെങ്കിലും എനിക്ക് നടക്കാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഇതിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള നിയോഗം ഞാൻ പറയുകയാണ്. ഇത് എൻ്റെ മാത്രം ഒരു പ്രയത്നമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര പേരിൽ എനിക്ക് പറയേണ്ടി വരുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങളെങ്കിലും അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിസംബറിൽ ഇവിടുത്തെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ മുൻ ഡയറക്ടറായ ജോസഫ് ആലപ്പാട്, ഫ്രാൻസിസ് ആലപ്പാട് അച്ഛനെ വിഷയം, അത് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻ്റാണ്. ക്രിസ്മസ് വിഷ് ചെയ്യാൻ പോയപ്പോൾ ആളുടെ മുറി കടന്നെൻ്റെ വലതുകാല് വെച്ച വശം ആളവിടെ കിടന്നുകൊണ്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആ സേക്രഡ് ഹാർട്സിലെ അച്ഛനാണല്ലോ, ഒരു അവാർഡാണല്ലോ സിസ്റ്റർ മണക്കുന്നത് എന്ന് പറഞ്ഞു. ആൾ വയ്യാത്തവരാണ്. അങ്ങനെ എൻ്റെ കൂടെ സിസ്റ്റർ ആൻ്റണിയും കഴിഞ്ഞ മദറും ഉണ്ടായിരുന്നു, സിസ്റ്റർ ആൻ്റണിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛനെ ക്രിസ്മസ് വിഷ് ചെയ്ത് ഇവിടെ തിരിച്ചെത്തി. പിറ്റേ ദിവസം മദർ ഈ സ്റ്റാഫ് റൂമിൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ആരാണ് സാധാരണ ചെയ്യാറ് എന്ന് ഞാൻ ചോദിച്ചത്. വിദ്യാലയത്തിൽ 3 നാഷണൽ അവാർഡ് പ്രധാന അധ്യാപകർക്ക് എൻ്റെ മുൻ സാരഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റേറ്റ് അവാർഡ് ഇവിടേക്ക് എത്തിയത്. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോടും മാനേജ്മെൻറ്റിനോടും എൻ്റെ അധ്യാപകരോടും അനധ്യാപകരോടും പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുമക്കളോടും PTയോടും സർവശക്തനായ ദൈവത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. Mobile 790-227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാൾ സെപ്റ്റംബർ 11, 12, 13 ദിവസങ്ങളിൽ. പെരുന്നാളിന് മുന്നോടിയായി കൊടികയറ്റം മാർത്തമറിയം വലിയ പള്ളിയിൽ വികാരിയും ക്ലർജി കൌൺസിൽ സെക്രട്ടറിയുമായ റവറന്റ് ഫാദർ KR ഈനാശു നിർവഹിച്ചു. ഫാദർ ഡെൽമിൻ ഡേവിസ്, തിരുനാൾ കൺവീനർ വിൽസൺ ഇമ്മട്ടി എന്നിവർ സന്നിഹിതരായി. സെപ്റ്റംബർ 11 രാവിലെ 7 വിശുദ്ധ കുർബാന, വൈകിട്ട് 4 വിശുദ്ധ സ്ലീവ ആരാധന, തുടർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം. 12 തീയതി 7 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് സംഗീതാർച്ചന, 5 മണിക്ക് ആരാധന, റംഷ പ്രാർത്ഥന. അഭിവന്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത നിർവഹിക്കും. പിന്നീട് തിരുനാൾ പ്രദക്ഷിണം. 13 തീയതി തിരുനാൾ ദിനം 7 മണിക്ക് വിശുദ്ധ കുർബാന, മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനാകും. 9 മണിക്ക് പ്രദക്ഷിണം, തുടർന്ന് നേർച്ചക്കഞ്ഞി ആശീർവാദവും വിതരണവും. 171 ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമോ ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കൌൺസിലർ N പ്രസാദ്, തൃശൂർ വെസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണമോഹൻ, ശ്രീരാജ് ചേർപ്പ്, കൌൺസിലർ NV രാധിക എന്നിവർ പ്രസംഗിച്ചു. സുശാന്ത് ഐനിക്കുന്നത്ത്, മനോജ് വെള്ളാനിക്കര, ശ്രീജിത്ത് നെല്ലങ്കര എന്നിവർ നേതൃത്വം നൽകി. അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള കൗൺസിലർമാർ, പ്രിയപ്പെട്ട നേതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവന്റെ മഹാജയന്തിയോടനുബന്ധിച്ച് ലോകത്താകമാനമുള്ള നവോത്ഥാനത്തെ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യസ്നേഹികളായ ആളുകളും ഇന്ന് ഗുരുദേവനെ സ്മരിക്കുന്ന ദിനമാണ്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ഉത്കൃഷ്ടമായിട്ടുള്ള പങ്കുവഹിച്ചുള്ള ഗുരുദേവൻ നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള സാമൂഹിക ജീവിതത്തെ കേരളത്തിൽ കെട്ടിപ്പടുക്കുകയും ഹൈന്ദവ സനാതന സംസ്കാരത്തെ അദ്ദേഹം പ്രചരണായുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നവോത്ഥാന വിപ്ലവം നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിൽ, ലോകത്തിൽ യുഗപുരുഷന്മാർ പലരും ജനിച്ചെങ്കിലും ആദർശാത്മകമായിട്ടുള്ള നവോത്ഥാന യുഗപുരുഷൻ ആനന്ദ ശുദ്ധത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ആദരണീയനായിട്ടുള്ള നമ്മുടെ മഹാഗുരുവാണ്. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ഗുരുദേവന്റെ ജനനം, ആ ജനനത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ നവോത്ഥാന മുന്നേറ്റം, ജാതി ചിന്തകളെയും മതചിന്തകളെയും മതപരിവർത്തന ചിന്തകളെയും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പലപ്പോഴും കേരളത്തിൽ പല ആളുകളും കേവലം ഒരു ബിംബമായിട്ട് ഗുരുദേവനെ ചേർത്ത് പിടിക്കുകയും ഗുരുദേവന്റെ യഥാർത്ഥ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഗുരുദേവനെ ഒരു ഹിന്ദു സന്യാസി അല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കാനാണ് കേരളത്തിലെ ഒരുപറ്റം രാഷ്ട്രീയക്കാരുടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം. പക്ഷേ ഗുരുദേവൻ എല്ലായ്പ്പോഴും ഹൈന്ദവ സനാതന പാരമ്പര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം സുബ്രഹ്മണ്യ സ്വപ്നങ്ങളും മുരുക സ്വപ്നങ്ങളും അയ്യപ്പ സ്വപ്നങ്ങളും ഒക്കെ എഴുതിയത് ആരുടെ ചോദ്യത്തിന് ഉത്തരം ഗുരുദേവനാണ്.
ആ ഗുരുവിന്റെ സ്മരണകൾ ഇരമ്പുന്ന ഈ ദിനം നമുക്കെല്ലാവർക്കും ജാതി ചിന്തകൾക്ക് അതീതമായി സാമൂഹികമായിട്ടുള്ള നവോത്ഥാനത്തെ കേരളത്തിൽ കെട്ടിപ്പടുത്ത് ഉയർത്താനുള്ള വലിയൊരു ലക്ഷ്യദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പള്ളി അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ കസേരകളി, വടംവലി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ടായിരുന്നു. ഓണാഘോഷ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ബേബി പോൾ, ഷമാശൻ ബേസിൽ പാലശ്ശേരിയിൽ, ട്രസ്റ്റി ജിജു പാലശ്ശേരി, സെക്രട്ടറി ജിബി വാരപ്പെട്ടിയിൽ, കമ്മിറ്റി അംഗങ്ങളായ ചെറിയാൻ കൊല്ലമ്പടി, ബേബി മനയത്ത്, ജിൽസ് ഈന്തു നിൽക്കുന്നേൽ, സിബി വാരപ്പെട്ടി, ജെസി പാറക്കൽ എന്നിവർ നേതൃത്വം നൽകി. അതിയാവേശമായ വടംവലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ കെട്ട് ചേട്ടാ. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള JPHN ബിരുദവും കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 40 വയസ്സാണ് പ്രായപരിധി. പ്രതിമാസം 17,000 രൂപ ശമ്പളം ലഭിക്കും. അപേക്ഷകൾ നേരിട്ടോ തപാൽ വഴിയോ സ്വീകരിക്കുന്നതല്ല. സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണിക്കകം ആരോഗ്യ കേരളത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2325 824. തെക്കുംപാടം NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. കരയോഗം പ്രസിഡന്റ് NS പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ രവി, സരസ്വതിയമ്മ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. രാജേന്ദ്രൻ മുല്ലപ്പള്ളി സ്വാഗതവും ട്രഷറർ സുനിൽകുമാർ നന്ദിയും അറിയിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് മിനി രാജ്കുമാർ, C രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളി, ഓണക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. എല്ലാവരും ചേർന്ന് ദേശീയഗാനം ആലപിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ വിജിത സുരേഷ്, ജ്യോതി രമേശ്, ഉണ്ണികൃഷ്ണൻ പ്രാരത്ത്, പ്രതീഷ് കുണ്ടുവാറ, രാകേഷ് കാളത്തുപറമ്പിൽ, സുരേഷ് ചെമ്മനാക്കുന്നേൽ, രമേശൻ പടിഞ്ഞാക്കര, മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഉദയംപേരൂർ, തൃശൂർ എന്നിവിടങ്ങളിലെ ഫിഷറീസ് ഓഫീസുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ കോഓർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അടിസ്ഥാന യോഗ്യതയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ് മുൻഗണന. പ്രായപരിധി 20നും 35നും വയസ്സിന് ഇടയിലായിരിക്കണം. ദിവസവേതന നിരക്ക് 800 രൂപയാണ്. അപേക്ഷകർ അതത് ജില്ലകളിൽ സ്ഥിര താമസക്കാർ ആയിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484 2396 005. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9452225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്,
സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. വാർത്തകൾ തുടരുന്നു. മാരാക്കൽ പ്ലാക്കീഴിൽ തോമസ് മകൻ കുര്യൻ പി തോമസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. മുൻകാലങ്ങളിൽ മാരാക്കൽ ക്ഷീരസംഘം പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ സെപ്റ്റംബർ 10 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഭൗതികദേഹം ഭവനത്തിൽ കൊണ്ടുവരും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിച്ച് 4 മണിക്ക് കണ്ണാറ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ്. സാറാമ കുര്യനാണ് ഭാര്യ. ബിന്ദു, സിന്ധു, തോമസ് പി കുര്യൻ എന്നിവർ മക്കളാണ്. പ്രിൻസ്, മാത്യൂസ്, ഷിബി എന്നിവർ മരുമക്കളുമാണ്. പട്ടിക്കാട് മൂലങ്കോട് പെറ്റാട്ട് വർക്കി മകൻ കുര്യാക്കോസ് അന്തരിച്ചു. 82 വയസ്സ്. പരേതയായ മറിയാമയായിരുന്നു ഭാര്യ. ലെനി, റെജി, ബെന്നി എന്നിവർ മക്കളും ജോണി, മിനി, ലീന എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച 10:30 വസതിയിലാണ്. അതിനുശേഷം ചുവന്നമണ്ണ് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ട് അതിനുള്ള വൈരാഗ്യത്താൽ വീട്ടിൽ കയറി ആക്രമിച്ച് വധശ്രമ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡിയുമായി പ്രജിത്തും 2 കൂട്ടാളികളെയും റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനോജ് KN, SI പോൾസൺ, GSIമാരായ അലി, മനോജ്, GSP CPO രാകേഷ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ ഹെൽമറ്റ് പൊക്കി നോക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ 4 പേർ റിമാൻഡിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുരിയാട് ദേശത്ത് വെളിയത്ത് വീട്ടിൽ അയ്യപ്പദാസ്, പെരിങ്ങോട്ടുകര ചാലിശ്ശേരി വീട്ടിൽ ക്രിസ്റ്റി, താന്യം വില്ലേജിൽ ചക്കാലക്കൽ വീട്ടിൽ അരുൺ, മുരിയാട് തോട്ടപ്പുറത്ത് വീട്ടിൽ സനീഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാന്റെ നേതൃത്വത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വധശ്രമം ഉൾപ്പെടെ 27 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി പ്രണവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഊരകംപാറിലെ പാർക്കിംഗിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ. തൈക്കാട്ടുശ്ശേരി വലിയ വീട്ടിൽ അക്ഷയ്, പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി സ്വദേശി രഞ്ജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO ഷാജൻ, SIമാരായ സുബിൻ, ഷാജു, ASI ഷീജ, CPOമാരായ ഗോകുൽദാസ്, ധനീഷ്, പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആർപ്പുവിളികളും ആരവങ്ങളുമായി ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ പുലികൾ ഇറങ്ങി. ജില്ലയിലെ ഇടിയൻ പോലീസുകാരുടെ ലുക്കൌട്ട് നോട്ടീസ് കോൺഗ്രസ് പുറത്തിറക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കരുമത്ര ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. സംസ്ഥാന അധ്യാപക പുരസ്കാരം തൃശൂർ സേക്രഡ് ഹാർട്ട് CGHSS പ്രധാന അധ്യാപിക സിസ്റ്റർ വിൻസി വർഗീസിന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.